Namaste all, this is Bini. Welcome to our channel Yoga with Bini. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റുമോ? എന്റെ ബോഡി ഫ്ലെക്സിബിൾ അല്ല, അല്ലെങ്കിൽ എനിക്കൊരു ഏജ് ആയി, എനിക്ക് ചെയ്യാൻ പറ്റും? ഒരു ഉത്തരേടും, അതായത് യുവാ വൃദ്ധോ അതിവൃദ്ധോ വ്യാധിതോ ദുർലഭോപിവ അഭ്യാസാൽ സിദ്ധിമാപ്നോതി. യുവാവോ വൃദ്ധനോ അതിവൃദ്ധനോ അസുഖമുള്ളവനോ ദുർലഭനായിട്ടുള്ളവനോ ആരാണെങ്കിലും അഭ്യാസാൽ സിദ്ധിമാപ്നോതി, അഭ്യസിക്കുന്നതിലൂടെ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യം അല്ലെങ്കിൽ നമ്മൾക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള നമ്മളുടെ ബോഡിയിലുള്ള ചേഞ്ചസ് നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ എന്റെ ബോഡിയിൽ എന്റെ മൈൻഡിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് യോഗ. ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കാം. എല്ലാ ഡ്രാമ ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഒരു അരമണിക്കൂർ ഞാൻ എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരിക, റിലാക്സ് ചെയ്യുക, കാം ഡൗൺ ചെയ്യുക. ഒരു ആഴ്ചയ്ക്ക് ശേഷം നിന്ന് നിങ്ങൾക്ക് അതിന്റെ ചേഞ്ചസ് മനസ്സിലായി തുടങ്ങും. അപ്പൊ നമുക്ക് പഠിക്കുന്നവർ തന്നെ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ അവരുടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സന്തോഷം ഡെയിലി കാണാറുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ, എന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചക്കകം നിങ്ങൾക്ക് ഓരോരോ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അതിന്റെ വണ്ടേഴ്സ് മനസ്സിലാക്കാം. സോ വെൽക്കം യു ഓൾ അഗൈൻ. ലെറ്റ്സ് ഡു ദ പ്രാക്ടീസ് ടുഡേ. Inhale up. Exhale down. Inhale up. Exhale down. Right and left. Inhale right. Exhale left. Inhale right. Exhale left. Now finger stretch. നന്നായിട്ട് ഫിംഗർ മൂവ്മെന്റ് കൊടുക്കുക. ഒരു വാമപ്പ് ചെയ്യാണ്ട് നമ്മൾ ഒരിക്കലും അസനാസിലോട്ട് ഡയറക്റ്റ്ലി പോകരുത്. ഒന്ന് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുക. എല്ലാ ജോയിന്റ്സും ഒന്ന് അലകട്ടെ, ബോഡി ഒന്ന് റെഡി ആവട്ടെ. നല്ലൊരു ബോഡി ട്വിസ്റ്റ് കൊടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സൈഡ് ട്വിസ്റ്റ്. കാല് നല്ലപോലെ അകത്ത് വെച്ചു, കാല് കംഫർട്ടബിൾ ആയി വെച്ചു, ഇന്റർലോക്ക് ചെയ്തു, കൈ സ്ട്രെയിറ്റ് ആയി വെച്ചു. എക്സേൽ, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. റിലാക്സ്. കാല് മൂവ്മെന്റ്, rotation, opposite side. അതേപോലെ right rotation, knee rotation, circular way, reverse. മുട്ടിന് നല്ല കൊടുത്തു. ഇനി കാൽപാദം നല്ല പോലെ വർത്തി എക്സേൽ വന്നു. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, റിലാക്സ്. സോ നമ്മുടെ ബോഡി വാമപ്സ് കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്റ്റാൻഡിങ് ആസന നോക്കാം. അടുത്ത ചക്രാസനം നമ്മുടെ നട്ടലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയാൻ നന്നായിട്ട് സഹായിക്കും. എങ്ങനെയാ ചെയ്യാൻ നോക്കാം. കൈ രണ്ടും ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുക, സ്പൈനെ നന്നായി സപ്പോർട്ട് ചെയ്ത് വെക്കുക, കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക, മുട്ട് വളയാതെ ബാക്ക് ബെൻഡിങ് ചെയ്യണം. അവിടെ സാധാരണ ശ്വാസത്തിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര പോകാൻ പറ്റും അത്ര പോയാൽ മതി. ഡോണ്ട് ഗോ ബിയോണ്ട് യുവർ ലിമിറ്റ്സ്. ഓക്കെ, സോ പ്ലേസിംഗ് both hands back closely together. രണ്ട് കൈയും ചേർത്ത് എൽബോസ് ഓപ്പൺ ചെയ്തു. ഇൻഹേൽ ആഷ് ബാക്ക്. സാധാരണ ശ്വാസത്തിൽ പറ്റുന്നത്ര ഒന്നും മതി. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തിരിച്ചു വന്നു. അടുത്ത ചക്രാസനം. ഇതൊരു 3 തവണ പ്രാക്ടീസ് ചെയ്യുക. ഏതൊരാസനം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അതിന്റെ കോംപ്ലിമെന്ററി പോസ്ചർ ചെയ്യും. ഓക്കെ, എന്താ ചെയ്യാൻ നോക്കാം. ഇനി പാദഹസ്താസന എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻഹേൽ ആഷ് ബാക്ക്, എക്സേൽ. ഇടുപ്പ് നമ്മൾ വരുന്നത് ഫ്രം എ ഹിപ്പ്. യു ആർ സ്ലോലി കമ്മിങ് ഡൗൺ, സ്ലോലി ഡൗൺ. പതുക്കെ വന്നു. കൈ രണ്ടും ചേർത്തി ബാക്കിൽ പിടിച്ചു.
എന്നിട്ട് നിങ്ങൾക്ക് എത്ര വരാൻ പറ്റും അത്രയും വരെ. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട. 10 സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്തു. പതുക്കെ സ്പൈൻ സപ്പോർട്ട് ചെയ്ത് ഹിപ്പ് നമ്മള് സാധാരണമായിരുന്നു. എക്സേൽ, റിലാക്സ്. അപ്പൊ ഇടുപ്പ് തന്നെയുള്ളവര് ഫോർവേഡ് ബെൻഡിങ് ചെയ്യേണ്ട. ഒരു ചെറുതായിട്ട് ഒരു ഇതുവരെ ഇത്രയും വന്നാൽ മതി, അതിന് കൂടുതൽ പോണ്ട ബാക്ക് പെയിൻ ഉള്ളവര്. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സുപൈൻ പോഷറാണ്. ദാറ്റ് ഇസ് പവനമുക്താസന എന്ന് പറയും. ബിഗിനേഴ്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് പോഷറാണ് പവനമുക്താസന. ടക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കുറയാൻ സഹായിക്കും, വയറ് കുറയാൻ നന്നായിട്ട് സഹായിക്കും, ഗ്യാസ്ട്രിക് പ്രോബ്ലം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നായി സഹായിക്കും. ഒരു നല്ലൊരു ബോഡിക്ക് ഒരു സുഖമാണ്, ഒരു റിലീവിനെസ് ആണ് തോന്നുക, ഒരു ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് പതുക്കെ പതുക്കെ കൂടാനും സഹായിക്കും. സോ എങ്ങനെ ചെയ്യാൻ നോക്കാം. സാവധാനം മലർന്ന് കിടക്കാം. സാവധാനം മലർന്ന് കിടന്നു. Place your both palms beside your thighs. കൈ രണ്ടും ശരീരത്തിന്റെ ഇരുവശത്തായി പതിച്ചു വെച്ചു. Legs together. Now by pressing your palms, കൈ രണ്ടും പതിച്ചു വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് right leg up. Bend it. മടക്കി ഇന്റർലോക്ക് ചെയ്തു. ഇനി നെഞ്ചിനോട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചു കാല്. നമ്മളുടെ ലെഫ്റ്റ് ലെഗ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും, മുട്ട് വളയില്ല. എക്സേൽ ചെയ്തുകൊണ്ട് നെറ്റി മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസം പറ്റുമെങ്കിൽ അങ്ങനെ, ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ 10 സെക്കൻഡോളം ശ്വാസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർ നോർമൽ ബ്രീതിങ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ശിരസും കൈയും താഴേക്ക്. ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ്. Exhale down. Ini left leg. Inhale up. Bend it. Interlock your fingers here. Tag it towards your chest. Exhale, head to knee. Hold your breath if possible. 10 seconds here. The other leg straight. Inhale. Head and hands down. Leg up to 90. Slowly down. Relax. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസന വിത്ത് ബോത്ത് ലെഗ്സ്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ നോക്കാം. പവനമുക്താസന വിത്ത് ബോത്ത് ലെഗ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. By pressing your palms, inhale, lift your both legs up. രണ്ട് കാല് ഉയർത്തി. Bend your knees. Interlock your fingers here. നന്നായിട്ട് ടഗ് ചെയ്ത് പിടിക്കുക. എന്നതിന് ശേഷം വയറിന് നല്ലൊരു മുറുക്കം ഫീൽ ചെയ്യും. എക്സേൽ, ഹെഡ് ടു ഡി. ഇപ്പൊ ബിഗിനേഴ്സിന് ഇതുപോലെ മുട്ടിയൊന്നും വരില്ല. നിങ്ങൾക്ക് എത്ര വരുന്നത്, ഇപ്പൊ ഇത്രയാണെങ്കിൽ ഇത്രയും മതി, ഇത്രയാണെങ്കിൽ ഇത്രയും മതി, എത്ര പറ്റുള്ളൂ അത്ര മതി. ജസ്റ്റ് യു ഗിവ് യുവർ ബെസ്റ്റ്. പ്രാക്ടീസിലൂടെ നമുക്ക് നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മുട്ടിക്കാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസം പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പവനമുക്തമാണ് ഇവിടെ, വായു തീരെ അകത്തില്ലാണ്ടുള്ള പ്രാക്ടീസ് ആണ്. പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രീതിങ് ചെയ്യാം. 10 സെക്കൻഡുള്ള ഹോൾഡ് ചെയ്തതിനു ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ശിരസും കൈയും താഴ്ത്തോട്ട്. ബോത്ത് ലെഗ്സ് അപ്പ്. ഇൻഹേൽ, exhale, slowly down, relax. Okay, now slowly turn your body towards your right and lie on your stomach. സാവധാനം റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കമഴ്ന്ന് കിടക്കുക. Let's do one prone posture. സാവധാനം ഒന്ന് റിലാക്സ് ചെയ്യാം. ഇവിടെ വജ്രാസനയിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാം. So next we are going to do ശലഭാസന. ശലഭാസന എങ്ങനെ ചെയ്യാൻ നോക്കാം. കൈ രണ്ടും തൊടയുടെ അടിവശത്തായിട്ട് പതിച്ചു വയ്ക്കുക. Palm facing upwards. Place it under your thighs. Chin on the ground. Okay. Now inhale. Lift your right leg up. Right leg നന്നായിട്ട് ഉയർത്താൻ ശ്രമിക്കുക. Your heel facing up to the sky. Normal breathing here for 10 seconds. Then exhale slowly down, relax. Then left leg up. Hold there for 10 seconds. Then exhale slowly down, relax.
Now inhale, lift both legs up, make your knees straight. എത്ര എത്താൻ പറ്റും അത്രയും വർത്തിയാൽ മതി. Do not give pressure. ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര മതി. സാധാരണ ശ്വാസം. Then exhale. Slowly down. കൈ രണ്ടും പുറത്തേക്ക് എടുത്തു. Relax your whole body here. Then slowly getting up. സാവധാനം ഇരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് one last sitting asana, that is Mandukasana. Manduka means frog portion ആണ് ചെയ്യാൻ പോകുന്നത്. Mandukasana is very beneficial for those who having diabetes problem. Diabetes cholesterol നമുക്ക് വളരെയധികം നല്ലതാണ്. ഫാറ്റ് കുറയാൻ വളരെയധികം നന്നായിട്ട് സഹായിക്കും. എങ്ങനെയാ ചെയ്യാൻ നോക്കാം. You have to sit in Vajrasana. Vajrasana എങ്ങനെ ഇരിക്കാൻ നോക്കാം. കാല് രണ്ടും, your toes, both big toes touching together, you are sitting on your heel. So ഇതാണ് Vajrasana. Okay, Vajrasanയിൽ ഇരിക്കാം. So Vajrasanയിൽ ഇരിക്കാം. അതിനുശേഷം you have to take Brahma Mudra. ഇതാണ് Brahma Mudra. Thumb അകത്തേക്ക് പോകും, closing all the other fingers. Touching your both fists together. ഇതാണ് Brahma Mudra. You have to place it under your abdominal region. അടിവയറിന്റെ ഭാഗത്തായിട്ട് പതിച്ചു വെക്കുക. അതിനുശേഷം slowly you are sitting here. Elbows opening. Inhale ചെയ്യുക, ശ്വാസം നല്ലപോലെ അകത്തേക്ക് എടുക്കുക. Exhale ചെയ്ത് ഇത്രയും ഫ്രണ്ടിൽ വരിക. Don't go beyond this. Then you are looking straight. Now you can feel complete pressure in your abdominal region. നല്ലൊരു പ്രഷർ എല്ലാവരും ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ സാധാരണ ശ്വാസത്തിൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. മണ്ഡൂകാസന ഇസ് വെരി പവർഫുൾ. ബിഗിനേഴ്സിന് സുഖമായി ചെയ്യാൻ പറ്റും. വജ്രാസനയിൽ ചെറിയൊരു പെയിൻ തോന്നുകയാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കാലമർത്തി വെക്കാണ്ട് ഒന്ന് ഉയർത്തിയിട്ട് ഇരിക്കുക. എന്നും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസ് നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ സ്ലോലി ഇൻഹേൽ, coming back, exhale, relax. So നമ്മൾ ചെറിയൊരു വാമപ്സ് ചെയ്തു. അതിനുശേഷം അർദ്ധചക്രാസനം ചെയ്തു, പാദഹസ്താസനം ചെയ്തു, മലർന്ന് കിടന്നിട്ട് ഭവനമുക്താസനം ചെയ്തു, കമിഴ്ന്ന് കിടന്നിട്ട് ശലഭാസനം ചെയ്തു, ഇരുന്നിട്ട് മണ്ഡൂകാസനം ചെയ്തു. ഇത് അത്രയും കുറച്ച് ഈസി ആയിട്ടുള്ള ആസനാസ് ആണ്. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത്രയും ബെനിഫിഷ്യലുമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ, ഇത് കാണാൻ മാത്രമുള്ള വീഡിയോ അല്ല, ഡെയിലി കൂടെ പ്രാക്ടീസും കൂടെ ചെയ്യാം. സോ എല്ലാവർക്കും ഇതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് പ്രാക്ടീസ് റെഗുലർലി. Stay positive, stay healthy and happy. Thank you so much. Namaste.